രണ്ട് തവാഫ് അവസാനം ചെയ്യണമെന്നാണ്. ബസ് പറഞ്ഞല്ലോ ഈ വലത് ഭാഗത്തുള്ള ഈ പള്ളി കേട്ടോ, ഈ മസ്ജിദ് ജാബ്. ഇവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്ത് ആയിഷ ബീവി കരഞ്ഞ്, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും 2 കൂലി കിട്ടി, ഒരു കൂലിയൊക്കെ കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ. അപ്പോഴാണ് ഇവിടുന്നാണ് എന്ത് ചെയ്ത് റസൂൽ ഖാസിം അവരുടെ സഹോദരൻ അബ്ദുറഹ്മാൻ എന്നവരെ വിട്ടിട്ട് എന്ത് ചെയ്ത് ആയിഷ ബീവിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, ഉംറ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവിടെയാണ് ആ ഒരു സംഭവം, അതായത് ആയിഷ പള്ളി ഉണ്ടാകാനുള്ള കാരണം ഉണ്ടായത് ഈ ഒരു പള്ളി നിൽക്കുന്ന സ്ഥലത്ത് സൈഫ് ബനി കിനാലിൽ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് അവരെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന അവരെ കൂട്ടിക്കൊണ്ടുപോവുകയും ഉംറ ചെയ്യിപ്പിക്കുകയും തിരിച്ചിങ്ങോട്ടന്നെ എത്തിക്കുകയും പിന്നെ ഇവിടുന്ന് റസൂൽ ഖാസിം സാഹിബിനെ കൂടെ നേരെ മദീനയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ഇനി നമ്മളെ ഇടത് ഭാഗത്ത് ഇത് ഇന്നൊരു മുനിസിപ്പാലിറ്റിയാണ്, ഇവിടുത്തെ ബലദിയന്റെ ഓഫീസാണ്. അപ്പൊ ഈ ഒരു കെട്ടിന്റെ ഉള്ളിലാണ് മഹാനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നതിന് ആ സാഹിബ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനും ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഏറ്റവും കൂടുതൽ ഹദീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഉന്നതനായിട്ടുള്ള സഹാബി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇതിന്റെ ഉള്ളിലാണ് മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് പോയാൽ വലത് ഭാഗത്താണ് നമ്മുടെ മഖ്ബറത്തുൽ മഅല അല്ലെങ്കിൽ ജന്നത്തുൽ മഅല എന്നൊക്കെ പറയുന്ന മക്കക്കാരുടെ ഖബർസ്ഥാൻ. ഈ ജന്നത്തുൽ മഅലയിൽ പ്രധാനമായിട്ടുള്ളത് മഹദി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 മക്കളുണ്ട്, ഖാസിം എന്നും അതേപോലെ അബ്ദുള്ള എന്ന് പറയുന്ന 2 ആൺകുട്ടികൾ. റസൂലുള്ളാഹിന്റെ സ്ഥാനപ്പേരാണ് അബുൽ ഖാസിം എന്ന്. റസൂലുള്ളാഹിന്റെ മൂത്ത ആൺകുട്ടിന്റെ പേരാണ് ഖാസിം. അപ്പൊ അവരും അതേപോലെ ഖദീജ ബീവിയൊക്കെ മറവിട്ട് കിടക്കുന്ന, അതേപോലെ അസ്മാ ബീവി, ഈ ആയിഷ ബീവിന്റെ സഹോദരിയായിരുന്ന അബൂ സിദ്ദീഖ് എന്ന മകളായിരുന്ന അസ്മാ ബീവി, അതേപോലെ അസ്മാ ബീവിന്റെ ഒരു മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏകദേശം ചില രൂപത്തിൽ 37 സഹാബത്തുനിന്നും 63 സഹാബത്ത്, അങ്ങനെ എത്ര ചില ചരിത്രകാരന്മാർ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ് എത്ര സഹാബത്ത് ഇവിടെ മറവിട്ട് കിടക്കുന്നുണ്ട്. എന്നാലും വളരെ കുറഞ്ഞ സഹാബത്ത് മാത്രമേ ഉള്ളൂ. മദീനനെ സംബന്ധിച്ച് മദീന എന്ന് പറയുമ്പോൾ 10,000-ത്തിലധികം സഹാബത്ത് മറവിട്ട് കിടക്കുന്നുണ്ട് ജന്നത്തുൽ മക്കയിൽ മദീനയിൽ. നേരെ മറിച്ച് ഇവിടുത്തെ മക്കയിലെ ജനത്തിൽ പ്രധാനമായിട്ടുള്ളത് അറിയപ്പെടുന്നത് ഖദീജ ബീവിയും അതേപോലെ റസൂലുള്ളാഹിന്റെ 2 ആൺകുട്ടികള്, പിന്നെ അസ്മാ ബീവി അവരുടെ മകനെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇവരെയാണ് ഏറ്റവും പ്രധാനമായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ അവരൊക്കെ മറവ് ചെയ്തിട്ടുള്ള മഖ്ബറത്തുൽ മഅല ജന്നത്തുൽ മഅല എന്നൊക്കെ പറയുന്ന മക്കയിലെ മഖ്ബറ അല്ലെങ്കിൽ ഖബർസ്ഥാനാണ് ഇനി നമ്മുടെ വലത് ഭാഗത്ത് വരുന്നത്. എല്ലാവരും വലത് ഭാഗത്തേക്ക് ശ്രദ്ധിക്കട്ടോ. ഇവിടെയാണ് ജന്നത്തുൽ മഅല എന്നൊക്കെ പറഞ്ഞ ഖദീജ ബീവിന്റെ ഒക്കെ മക്ബറ ഉള്ളത്. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് സലാം പറയാം ഇൻഷാ അല്ലാഹ്. എന്റെ ബഹുമാനത്തെ പള്ളിയുടെ കുക്കാർക്ക് പോകും. വലത് ഭാഗത്തുള്ളതാണ് കേട്ടോ ഖബർസ്ഥാന്. ഖദീജ ബീവിന്റെ കുറച്ച് കയറ്റത്തിലാണ്, കുറച്ച് മുകളിലാണ്, ഇതിന്റെ ഏറ്റവും എൻഡിൽ അവിടെ വലത് ഭാഗത്തുണ്ട്. الصلاة والسلام عليك يا أمة السلام عليك يا خديجة الكبرى رضي الله عنها. السلام عليك يا زوجة رسول الله. السلام عليك يا صاحب رسول الله. السلام عليك يا دار قوم المؤمنين. وإنا إن شاء الله بكم لاحقون. ഉണ്ടാകുന്ന സമയത്തൊക്കെ മക്കയിൽ വന്നിട്ട് എന്ത്